ഹലോ മൈ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങാണ്. ഒരു ദിവസം ഇങ്ങനെ ഇതേപോലെ ചായ കുടിക്കാൻ ഇറങ്ങാൻ നട്ട് ലാസ്റ്റ് കണ്ണൂർ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരെ എത്തിന്. അപ്പോൾ ഇന്നും അതേപോലെ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കറങ്ങാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കടൽപ്പാലത്ത് പോകാമെന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ കാറിൽ ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ അതിനല്ലേ എനിക്ക് പണിയുള്ളൂ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാറിലിരുന്ന് തന്നെ ആ ഒരു സൺലൈറ്റ് എഫക്റ്റിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പുറത്തത്തെ വ്യൂ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. എന്താണെന്ന് അറിയില്ല, ആ ഒരു ക്ലൗഡ് ഇതെല്ലാമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഹൈവേ വഴിയാണ് പോയിരുന്നത്. വേറൊരു ഗൾഫ് രാജ്യത്തിലൊക്കെ എത്തിയ പോലെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു തെങ്ങുള്ളതുകൊണ്ട് മാത്രമാണ് അതൊരു നാട്ടിലത്തെ ഫീലായിട്ട് തോന്നിയിട്ടുള്ളൂ, അല്ലാണ്ട് നല്ലൊരു ഗൾഫ് വൈബായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കടൽപ്പാലത്തിലെത്തി. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിരുന്നു. കുറേ ഫോട്ടോസ് വീഡിയോ ഒക്കെ ഉപ്പാനെ കൊണ്ട് എൻ്റെ എടുപ്പിച്ചിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഉള്ളതും അങ്ങനെ ഫാമിലി ഫോട്ടോസും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കെൻ്റെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ മാറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കത് പെർഫെക്റ്റ് ആയിട്ടും തോന്നിയില്ല, എന്നാൽ ബോറായിട്ടും തോന്നിയില്ല. ഒരു ഓക്കെ ആണ് തോന്നിയത്. അതൊരു കുറച്ച് കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ ആയിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഹൈസിൻ്റെ ഞങ്ങൾ കടലൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഹൈസിൻ്റെ 2-3 ഫോട്ടോ എടുത്തു. മമ്മൂൻ്റെ കൂടെ എപ്പം പറഞ്ഞാലും ഇങ്ങനെയാണ് നിൽക്കൽ. പിന്നെ ഹൈസിനാണെ പോസ്റ്റിലൊക്കെ നിൽക്കും. ഹൈസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനിങ്ങനെ കൈ കെട്ടിയിട്ടാണ് നിൽക്കൽ. പിന്നെ ഉപ്പാൻ്റെ വാട്സപ്പിലേക്ക് പ്രൊഫൈൽ മാറ്റാൻ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിന് ഈ ഫോട്ടോ എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ പ്രൊഫൈൽ ഇടാൻ വേണ്ടി വെക്കാമെന്ന് പറഞ്ഞ ഫോട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് കയറി. ഒരു ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തട്ട് കടയിൽ കയറി എന്നൊക്കെ വേണം പറയണം. നല്ല ഹൈ തിരമാല അടിക്കുന്നുണ്ടായിരുന്നു, നല്ല ശക്തിയിൽ തന്നെ അടിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ തിരമാല കാണാൻ. ഇങ്ങോട്ടേക്കും മേത്തോട്ടേക്കൊക്കെ നല്ല വെള്ളം തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലൊരു കാലാവസ്ഥയിലേക്ക് ഒരു സൺസെറ്റൊക്കെ ആയി ഒരു മഞ്ഞ നീല സ്കൈ ആയിട്ട് മാറി. നല്ലൊരു രസമുണ്ടായിരുന്നു ആ വ്യൂ ഒക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ നിന്ന് മുട്ടമാലയും കട്ലറ്റും പിന്നെ ബ്രെഡ് പോക്കറ്റും ഒക്കെ വാങ്ങിച്ചു. പിന്നെ കായ്പോളിയും വാങ്ങിച്ചിരുന്നു. ഹൈസിന് കഴിക്കാൻ അതായിരുന്നു നല്ലത്. പിന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ, കടൽപ്പാലത്തിൽ നല്ല തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഈ കോളേജ് സ്റ്റുഡൻസും പിന്നെ ഈ സ്റ്റുഡൻസൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വന്നിട്ടാണ് പോകാറുള്ളത്. കുറേ കോളേജ് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലീസും കപ്പിൾസും എല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വീട്ടിൽ പോയി നോക്കുമ്പോൾ കല്ലുംക്കായ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പോൾ അത് പൊരിക്കേണ്ട പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് പൊരിച്ച് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ, ബാക്കി നാളെ.